നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫയൽ സിസ്റ്റം മോഡ്യൂളാണ്. ഫയൽ സിസ്റ്റം അഥവാ FS മോഡ്യൂൾ ചാപ്റ്റർ 8. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫയൽ എങ്ങനെ റീഡ് ചെയ്യാം, അതുപോലെ നമുക്ക് ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫയൽ സിസ്റ്റം മോഡ്യൂൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ Node.js നമ്മുടെ VS കോഡിൽ വരുന്നു. നമുക്കിത് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് താഴോട്ട് വരാം. താഴെ വന്നതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫയൽ സിസ്റ്റം ഇമ്പോർട്ട് ചെയ്യുകയാണ്. var fs equal to require fs. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു ഫയൽ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ റീഡ് ഫയൽ. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു ടെക്സ്റ്റ് ഫയൽ നമ്മൾ തൽക്കാലം ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ test.txt എന്ന് കൊടുക്കുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ ഹലോ Node.js എന്ന് കൊടുക്കുന്നു. ഹലോ Node.js. ശേഷം സേവ് ചെയ്യാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ഒരു ഫയലിലെ കണ്ടൻറ്റാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ FS ഫയൽ സിസ്റ്റം മോഡ്യൂൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ FS എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇനി FS ഉപയോഗിച്ചാൽ മതി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ റീഡ് ഫയലാണ്. ഈ ഫയലിലെ ഈ text.txt കണ്ടൻറ്റാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിലുണ്ടായിരുന്നത് ഹലോ Node.js എന്നായിരുന്നു. സോ അതാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ fs.read ഫയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷനുള്ളിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ആർഗ്യുമെൻ്റായി കൊടുക്കേണ്ടത്. സോ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് test.txt ഈ ഫയൽ നെയിമാണ്. സോ നമ്മളിവിടെ test.txt ഫയൽ നെയിം കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ എൻകോഡിംഗ് ആണ്. ഏതൊരു രീതിയിലാണ് നമുക്കത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എൻകോഡിംഗ് ടൈപ്പ്. നമ്മൾ എൻകോഡിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ബഫർ എന്ന് പറയുന്ന ഒരു ബൈനറി ഡീറ്റെയിൽ ആയിരിക്കും ലഭിക്കുക. സോ നമ്മളിവിടെ UTF-8 എന്ന് കൊടുക്കുന്നു. UTF-8 കോമ കൊടുക്കുന്നു. പിന്നെ വരുന്നത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. സോ നമ്മളിവിടെ ഫംഗ്ഷൻ ഇതിനുള്ളിൽ നമ്മൾ 2 ആർഗ്യുമെൻറ്റ്, ഒന്ന് എറർ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതിന്, മറ്റൊന്ന് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന്. സോ അതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇഫ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ആ എറർ പ്രിൻറ്റ് ചെയ്യണം. സോ നമ്മളിവിടെ കൺസോളിൽ ആ എറർ പ്രിൻറ്റ് ചെയ്യുന്നു. console.error അല്ലെങ്കിൽ ലോഗ് എന്ന് കൊടുക്കാം. നമ്മൾ എറർ എന്ന് കൊടുക്കുന്നു. സോ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ എറർ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റ കൺസോളിൽ പ്രിൻറ്റ് ചെയ്യണം. സോ നമ്മളിവിടെ console.log ഡാറ്റ, നമ്മുടെ ഡാറ്റ വേരിയബിൾ കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ നോഡ് ഇൻഡെക്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ Node.js എന്ന് ലഭിക്കുന്നു. സോ നമ്മളിവിടെ ഹലോ Node.js എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇതിനൊന്ന് മാറ്റം വരുത്തി നോക്കാം. സോ നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് മാറ്റം വരുത്താം. ഹലോ Node.js by Tech Media. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ വന്നതിന് ശേഷം നോഡ് ഇൻഡെക്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ Node.js by Tech Media എന്ന് കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ UTF-8 കൊടുത്തിട്ടില്ലെങ്കിൽ, ഉദാഹരണമായി ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ബൈനറി ഡീറ്റെയിൽസ് ആയിരിക്കും, ബഫർ എന്ന് പറയുന്ന ഈ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമുക്കത് റീഡ് ചെയ്യാൻ സാധിക്കില്ല. സോ വേറൊരു ഫോർമാറ്റിലായിരിക്കും അതുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ UTF-8 കൊടുക്കുന്നത്. UTF-8 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അത് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ test.txt കൊടുത്ത് ആ ഒരു കറക്റ്റ് ഡാറ്റ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു ഫയൽ റീഡ് ചെയ്യാം. സോ നമ്മൾ തൽക്കാലം ഇത് കമൻറ്റ് ചെയ്യുന്ന ഇത്രയും ഭാഗം. അതിനുശേഷം നമ്മൾ അടുത്തതായി പഠിക്കുന്നത് നമുക്കൊരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ നമ്മളിവിടെ ക്രിയേറ്റ് ഫയൽ എന്ന് കമൻറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് ഫയൽ. സോ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഫയൽ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ റൈറ്റ് ഫയൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേ പേരിലുള്ളൊരു ഫയൽ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഫയലിനെ ഓവർ റൈറ്റ് ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് റൈറ്റ് ഫയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് FS നമ്മുടെ മോഡ്യൂൾ കോൾ ചെയ്യാം. fs.write ഫയൽ. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ട 3 ആർഗ്യുമെൻറ്റ്സ്. ആദ്യത്തേത് നമ്മുടെ ഫയൽ നെയിമാണ്. സോ നമ്മൾ ഫയൽ നെയിം നമ്മൾ new.txt എന്ന് കൊടുക്കുന്നു. new.txt കോമ കൊടുക്കാം. സോ രണ്ടാമതായി നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ കണ്ടൻറ്റാണ്. കണ്ടൻറ്റ് ഞാൻ ദിസ് ഈസ് എ ന്യൂ ഫയൽ ക്രിയേറ്റഡ് ബൈ Node.js എന്ന് കൊടുക്കുന്നു. മൂന്നാമതായി നമ്മൾ കൊടുക്കേണ്ടത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷനാണ്. സോ ഫംഗ്ഷൻ നമുക്കറിയാം, കോൾ ബാക്ക് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ആരോ ഫംഗ്ഷൻ കൊടുക്കാം. സോ ഇതിനുള്ളിൽ ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ത്രോ ചെയ്യുന്നതിന്, അഥവാ നമുക്ക് കാണിക്കുന്നതിന്. സോ ഇഫ്
സോറി ഇവിടെ ആരോ ഫംഗ്ഷൻ ഈ രീതിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ എറർ വരുന്നതായിരിക്കും ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സൈൻ, ഈ രീതിയിലാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ഈഫ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ആ എറർ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യണം. സോ കൺസോൾ ഡോട്ട് ലോഗ് എറർ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സോ എറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് ഫയൽ ക്രിയേറ്റഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഫയൽ ക്രിയേറ്റഡ്. സോ ഇത്രയും കാര്യമാണ്. നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് നിങ്ങൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ പുതിയ ഫയൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നോഡ് ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് new.txt എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ന്യൂ ഫയൽ ക്രിയേറ്റഡ് ബൈ Node.js എന്ന് കാണാൻ സാധിക്കും. സോ നമ്മൾ index.jsൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത ദിസ് ഈസ് എ ന്യൂ ഫയൽ ക്രിയേറ്റഡ് ബൈ Node.js എന്ന് പറയുന്ന നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് റൈറ്റ് ഫയൽ ഉപയോഗിക്കാം. റൈറ്റ് ഫയൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതേ പേരിലുള്ള ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ഓവർ റൈറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ് അപ്പൻഡ് ഫയൽ എന്ന് പറയുന്നത്. അപ്പൻഡ് ഫയൽ ഉപയോഗിച്ച് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെയിം പേരിലുള്ള ഒരു ഫയൽ നെയിം ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ ഒരു ഫയൽ ഇല്ലെങ്കിൽ അത് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് മുകളിലെ ഈ റൈറ്റ് ഫയലിൻ്റെ കോഡ് കോപ്പി ചെയ്യുക, താഴെ ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. ശേഷം നമുക്കിത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമ്മൾ റൈറ്റ് ഫയൽ എന്നതിന് പകരമായി നമ്മളിവിടെ അപ്പൻഡ് ഫയൽ എന്ന് കൊടുക്കുക. അപ്പൻഡ് ഫയൽ എന്ന് കൊടുത്ത് new.txt കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഈ ഫയൽ ഉള്ളതാണ്. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, ഫയൽ ക്രിയേറ്റഡ് എന്ന് കാണിക്കും. സോ new.txt നമുക്ക് ആ കണ്ടൻറ്റ് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ എക്സ്ട്രാ കണ്ടൻറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് വരാൻ കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെയിം ഫയൽ നെയിമിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിലെ കണ്ടൻറ്റ് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇപ്പോൾ ഏത് കണ്ടൻറ്റ് ആണോ ഉള്ളത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഒറിജിനലി ഉണ്ടായിരുന്നത് ദിസ് ഈസ് എ ഫയൽ ക്രിയേറ്റഡ് ബൈ Node.js എന്നായിരുന്നു. അതിനുശേഷം ദിസ് ഈസ് എ ന്യൂ ഫയൽ ക്രിയേറ്റഡ് ബൈ Node.js എന്ന് രണ്ടാമതായി ആഡ് ചെയ്തു. സെയിം പേരിലുള്ള ഫയൽ ഉണ്ടെങ്കിൽ അതിലോട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണമായി ഞാനിവിടെ new1.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ new1.txt എന്ന് കാണുന്നതായിരിക്കും. അതിൽ നമുക്കിവിടെ ദിസ് ഈസ് എ ന്യൂ ഫയൽ ക്രിയേറ്റഡ് ബൈ എന്ന് പറയുന്ന കണ്ടൻറ്റ് കാണാൻ സാധിക്കും. സോ new.txt നമ്മൾ വീണ്ടും റൺ ചെയ്തപ്പോൾ ഇതുപോലെ ആ ലൈനിൻ്റെ കൂടെയാണ് നമുക്ക് വന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വരണമെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം index.jsൽ വന്നതിന് ശേഷം ഇവിടെ ഒരു \n കൊടുക്കുക, സേവ് ചെയ്യുക. സോ ഇനി നമ്മൾ new1.txt ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇവിടെ റൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ലൈൻ ഇതുപോലെ കൂടുന്നതായിരിക്കും. സോ നോട്ട് ഇൻഡെക്സ് സേവ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. സോ index.js സേവ് ചെയ്യാം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. new1.txt ഓക്കെ, റൺ ചെയ്യാം. നമുക്കിതുപോലെ നെക്സ്റ്റ് ലൈനിൽ ഓരോ സമയവും നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇതുപോലെ അടുത്ത ലൈനിൽ ആ കണ്ടൻറ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്കൊരു ഫയൽ എങ്ങനെ റീനെയിം ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ റീനെയിം ഫയൽസ് എന്ന് കൊടുക്കുന്നു. റീനെയിം ഫയൽസ്. സോ നമ്മളിവിടെ റീനെയിം ചെയ്യാൻ പോകുന്ന ഫയൽ ഈ test.txt എന്ന് പറയുന്ന ഫയലാണ്. ഇതിനെ നമ്മൾ sample.txt എന്ന് പറയുന്ന പുതിയൊരു ഫയൽ നെയിമിലോട്ട് മാറ്റുന്നു. സോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ fs.rename എന്ന് പറയുന്ന ഫംഗ്ഷൻ റീനെയിം, ഇതിനുള്ളിൽ നമ്മൾ 3 കാര്യങ്ങൾ കൊടുക്കണം. ആദ്യം നമ്മുടെ പുതിയ ഫയൽ നെയിം. സോ നമ്മൾ sample.txt കോമ കൊടുത്ത ശേഷം രണ്ടാമത്തെ ഫയൽ നെയിം. സോ നമ്മൾ test.txt. സോ ആക്ച്വലി നമ്മളിവിടെ പാത്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ പാത്ത് നമ്മുടേത് കറണ്ട് ഫോൾഡറിലായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഫയൽ നെയിം കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ എറർ, നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ കൊടുക്കാം. ആരോ ഫംഗ്ഷൻ. സോ നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് എറർ ഡീറ്റെയിൽസ് കിട്ടണം. സോ if എറർ console.log err, അല്ലെങ്കിൽ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് ലഭിക്കണം. console.log ഫയൽ renamed. സേവ് ചെയ്യാം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ നോഡ് ഇൻഡെക്സ് റൺ ചെയ്യാം. സോ നമുക്കൊരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. നോ സച്ച് എ ഫയൽ കോഡിംഗ് നോഡ് sample.txt കോഡിംഗ്. സോ നമുക്കിവിടെ ഒരു ./ കൊടുക്കാം. ഓക്കെ, സോ കറണ്ട് ഫോൾഡർ ആണെങ്കിൽ ./ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഫോൾഡർ ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഫോൾഡറിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് കറണ്ട് ഫോൾഡറാണ്. നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. എൻ്റർ ചെയ്യാം. വീണ്ടും ഒരു എറർ വന്നു. f കോഡിംഗ് sample.txt test.txt.
ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ഫയൽ നെയിമാണ്, ഓൾഡ് ഫയൽ നെയിം നമ്മൾ കൊടുക്കേണ്ടത് test.txt. അതുപോലെ പുതിയ ഫയൽ നെയിം ഇവിടെ രണ്ടാമതായാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ sample.txt സേവ് ചെയ്യാം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, നമുക്ക് വന്ന പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് പഴയ ഫയൽ നെയിമാണ്, രണ്ടാമത് പുതിയ നമ്മൾ റീനെയിം ചെയ്യാൻ പോകുന്ന ഫയൽ നെയിം. സോ നമ്മൾ റൺ ചെയ്യാം. Ctrl+C ക്ലിയർ. സോ നമുക്ക് റൺ ചെയ്യാം. നോഡ് ഇൻഡെക്സ്, നമുക്ക് ഫയൽ റീനെയിംഡ് എന്ന് വന്നു. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ test.txt ഇപ്പോൾ sample.txt ആയി. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിരുന്ന ആ കണ്ടൻറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു ഫയൽ റീനെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി അവസാനമായി നമുക്കൊരു ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിതിവിടെ കമൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ താഴെ വന്നതിന് ശേഷം ഡിലീറ്റ് ഫയൽസ് നമുക്കിങ്ങനെ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഡിലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അൺലിങ്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ നമ്മളിവിടെ fs.unlink. സോ ഇതിനുള്ളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൊടുക്കണം, രണ്ട് ആർഗ്യുമെൻറ്റ്, നമ്മുടെ ഫയൽ നെയിം. സോ നമ്മളിവിടെ // നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ഫയൽ new.txt ഫയലാണ്. കോമ കൊടുത്ത ശേഷം നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കാം. സോ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആരോ ഫംഗ്ഷൻ കൊടുക്കാം. ആരോ ഫംഗ്ഷൻ കൺസോൾ if error. So okay, if error console.log error, അല്ലെങ്കിൽ നമുക്ക് console.log നമുക്ക് ഫയൽ ക്രിയേറ്റഡ് എന്ന് കാണിക്കണം. ഫയൽ ഡിലീറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് ലഭിക്കണം. ഫയൽ ഡിലീറ്റഡ്. സോ സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക, new.txt എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോകുന്നതായിരിക്കും. സോ നമ്മൾ ഫയൽ ഡിലീറ്റ്സ് എന്ന് കാണിച്ചു. സോ ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ ഡിലീറ്റഡ് എന്ന് കൊടുക്കാം. ഡിലീറ്റഡ്. സോ നമ്മൾ new.txt എന്ന് പറയുന്ന ഫയൽ ഡിലീറ്റ് ചെയ്തു. നമുക്കിനി new1 ഡിലീറ്റ് ചെയ്യാം. new1. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്യാം. ഫയൽ ഡിലീറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് വന്നു. new1 ഡിലീറ്റായി. അവസാനം നമുക്ക് sample.txt എന്ന് പറയുന്ന ഫയലും ഡിലീറ്റ് ചെയ്യാം. sample.txt സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്യാം. സോ sample.txt ഇതുപോലെ ഡിലീറ്റായി. സോ ഇത്തരത്തിൽ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ FS മോഡ്യൂൾ, ഫയൽ സിസ്റ്റം മോഡ്യൂൾ എന്ന് പറയുന്ന ഈ മോഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ഒരു വേരിയബിൾ നെയിം കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്വയർ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം.